എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ ആ പ്ലോട്ടിലെ അതേപോലെ മരങ്ങളൊക്കെ അതേപോലെ നിലനിർത്തിയിട്ട് ഭംഗിയായിട്ട് ചെയ്ത ഒരു ലാൻഡ്സ്കേപ്പിങ്ങിന്റെ വീഡിയോ നമുക്കിത് കാണാം. കഴിഞ്ഞ് നമ്മൾ നേരെ കടന്നു വരുന്നത് വീതി കൂടിയ ഡ്രൈവ് പാത്തിലാട്ടോ. അത് നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് ഫുള്ളായിട്ട് വിരിച്ചിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ ആണ്. ഇതിന് രണ്ട് സൈഡിലായിട്ട് സ്പൈഡർ ലില്ലിന്റെ നല്ല വലിയ പ്ലാന്റ് തിക്കായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, രണ്ട് സൈഡിലും നിറച്ച് സ്പൈഡർ ലില്ലിയാണ്. കേരി വരന്റെ റൈപ്പാത്തിന്റെ തൊട്ടടുത്തായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഈത്തപ്പഴത്തിന്റെ മരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈത്തപ്പനുണ്ട്, നല്ല ഭംഗിയുണ്ട്. അതിന് തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ പേൾ ഗ്രാസ് ആണ് ചെയ്തിട്ടുള്ളത്. അവിടേക്ക് പോകാനായിട്ട് നാച്ചുറൽ സ്റ്റോണിന്റെ തന്നെ നല്ലൊരു വേ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വീതി കൂടിയ ഒരു വേ. ഇവിടെ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ പേൾ ഗ്രാസ് ആണ്. ഈ പ്ലോട്ടില് ലാൻഡ്സ്കേപ്പിംഗ് മാത്രമല്ല, ലാൻഡ്സ്കേപ്പിങ്ങിനോട് കൂടി തന്നെ നല്ല ഫലവൃക്ഷ തൈകളും ഫ്രൂട്ടിന്റെ നല്ല വലിയ മരങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് ഫുള്ളായിട്ടുള്ളത് നമുക്ക് പേൾ ഗ്രാസ് ആണ്. ഈ ഭാഗത്തും നല്ല നല്ല ഫ്രൂട്ട്സിന്റെ മരങ്ങളുണ്ട് കേട്ടോ. നല്ല വലിയ മരങ്ങളാണ്. ഇലക്ട്രിക്കൽ ഗേറ്റ് ആയതുകൊണ്ട് വിസിറ്റേഴ്സിന് കടന്നു വരാൻ വേണ്ടി ചെറിയൊരു ഗേറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നടന്നു വരാൻ വേണ്ടി കോബിൾ സ്റ്റോൺ ആണ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന്റെ മേലായിട്ട് നമ്മൾ കാസ്ഗ്ലോന്റെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ മഴക്കാലമായതുകൊണ്ട് ഫ്ലവർ ഒന്നും ഇല്ലായിട്ടാണ്. വേനൽക്കാലാകുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് വരുമ്പോൾ തന്നെ വിശാലമായ ഒരു മുറ്റുണ്ട്. 5-6 വണ്ടികളൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. ആ സൈഡിലാണ് കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ഭംഗി കൂട്ടാൻ വേണ്ടി അതിൽ ഫുള്ളായിട്ട് കട്ടൻ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു കാർ പോർച്ചും കൊണ്ട് അതിലേക്കും ഈ നമ്മളെ കട്ടൻ പ്ലാന്റ് കയറി പോയിട്ട് കണ്ടില്ല. നല്ല ഭംഗിയാണ് കട്ടൻ പ്ലാന്റ് കാണാൻ തന്നെ. ലെഫ്റ്റ് സൈഡിലായിട്ട് അതിന് മനോഹരമായ ഒരു ഗസീബോ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വരുമ്പോൾ നമുക്ക് വെറുതെ സൊറ പറഞ്ഞിരിക്കാനും പാടില്ല. അത് അടിപൊളി ഗസീബോ ആണ്. അതിൽ തന്നെ 4-5 സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ്. ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാനും ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് നമുക്ക് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയും കൂടിയാണ് ഇത്. തൊട്ടടുത്തായിട്ട് നല്ല വുഡ് തീർത്ത് നല്ലൊരു ഊഞ്ഞാലും കൂടി ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയും കൂടിയാണ് ഇവിടെ. ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് വുഡിലാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിലേക്ക് നമ്മൾ കട്ടൻ പ്ലാന്റ് കയറി വരുന്നുണ്ട്. ഇത് കണ്ടി നല്ല രസമായിട്ട് ഒരു വളർന്നു വരുമ്പോൾ മനോഹരമാക്കാൻ വേണ്ടി ഇവിടെയും പേൾ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. പേൾ ഗ്രാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ലൈറ്റ് കുറഞ്ഞ ലൈറ്റും നല്ല തിക്കായിട്ട് പാടുക. ഇത് കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് തൊട്ടടുത്ത് നല്ലൊരു മാവുണ്ട്. ഈ മാവിന് ഒരു കോട്ടം പറ്റാതെയാണ് ഈ ലാൻഡ്സ്കേപ്പിങ്ങും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീടും ലാൻഡ്സ്കേപ്പിങ്ങും യാതൊരു വേർതിരിവില്ലാതെ നമുക്ക് തോന്നാൻ കാരണം അതിൻ്റെ ഈ സൈഡ് സെറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. നമ്മളെ സ്പൈഡർ ലില്ലിയും ഹെലിക്കോണിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് വലിയൊരു ചെമ്പകത്തിന്റെ മരമുണ്ട്. ഒരു വൈറ്റ് ഫ്ലവർ വരുന്ന ചെമ്പകമാണ് അത്. ഈ വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഫാമിലി സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതിലേക്കുള്ള ഒരു വഴിയും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഈ ഏരിയ കവർ ചെയ്യാൻ വേണ്ടി വീടിനേക്കുള്ള ഒരു പ്രൈവസിക്കും വേണ്ടി നല്ല ബാമ്പുകൾ ഈ ലെങ്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ബാമ്പു വെച്ചാൽ. അവിടെ നിന്ന് നല്ലൊരു ആ ഏരിയ കവർ ചെയ്യാൻ ഏറ്റവും പറ്റിയൊരു പ്ലാന്റും കൂടിയാണ് ബാമ്പു പ്ലാന്റുകൾ. കടന്നു വരുമ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. അത് തൊട്ടടുത്തായിട്ട് നമ്മളെ ഫാമിലി സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. പൂളിന്റെ ഈ ഏരിയ ഈ വാള് ഫുള്ളായിട്ട് കർട്ടൻ ക്രീപ്പർ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. എവിടെ കർട്ടൻ ക്രീപ്പർ വെച്ചാലും കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതിൽ ബാക്ക് സൈഡിലായിട്ട് ഒരു ബാത്റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതിൻ്റെ പുതിയ ഐഡിയാസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.